അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് ജിന്നുകളെ സംബന്ധിച്ച് ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെയും മനുഷ്യനെയും മലക്കിനെയും വ്യത്യസ്തമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യനെ പോലെ തിന്നുകയും കുടിക്കുകയും വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും സന്താന ഉൽപാദനം നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജിന്നുകൾ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഫത്താവുൽ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്. വ അമ്മൽ ജിന്നു ഫഇന്നഹും യഅകുലൂന വയശ്റബൂന വയൻകിഹൂന വയതവാലദൂൻ. ജിന്നുകൾ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും സന്താന ഉൽപാദനം നടത്തുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി, അല്ലാഹുവേ തീർച്ചയായിട്ടും നിന്നോട് ഞാൻ ആൺ പെൺ പിശാചിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ദുആ ചെയ്തിട്ടാണ് നാം മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ദുആയിൽ നിന്ന് തന്നെ ജിന്നി വിഭാഗം ആണും പെണ്ണും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആണും പെണ്ണും ഉണ്ടാകുമ്പോൾ അവിടെ അവർ വിവാഹം കഴിക്കും. ആ വിവാഹം കഴിക്കലിലൂടെ അവർക്ക് സന്താനവും ഉണ്ടാകും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് കാണാം. അഫതത്തഖിദൂനഹു വദുരിയതഹു ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദുവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്താനങ്ങളെയും എന്നെ കൂടാതെ നിങ്ങൾ സഹായികളാക്കുകയാണോ? ആ ഇബ്ലീസും സന്താനങ്ങളും ആകട്ടെ വഹും ലക്കും അദുവൻ, അവർ നിങ്ങളുടേതായ ശത്രുക്കളാണ്. അപ്പോൾ ആ നിലയിൽ അവരെ നിങ്ങൾ സഹായികളാക്കുകയാണോ എന്ന ആ ചോദ്യത്തിലൂടെ ഇബ്ലീസിന് സന്താനമുണ്ട് എന്ന ആ ഒരു ധ്വനിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സന്താനം ഉണ്ടാകുന്നതിന് അവർ ഇണചേരണം. എന്നാൽ ആ ഇണചേരുന്നത് എങ്ങനെയെന്ന് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇഷ്ടിക ചൂളയിൽ നിന്ന് പുകച്ചുരുളുകൾ എങ്ങനെയാണോ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഉൽവാൻ എന്ന് പറയുന്ന, അതായത് പുകയ്ക്കാൻ ഉപയോഗിക്കുന്നതായ ഒരു തരം ദ്രവ്യമാണ്. അപ്പോൾ ആ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യം പുകയ്ക്കുമ്പോൾ അതിൽ നിന്നും എങ്ങനെയാണോ പുകച്ചുരുളുകൾ വെളിയിലേക്ക് വരുന്നത്, അതുപോലെയുള്ളതായ ഒരു ചുരുൾ രൂപത്തിലാണ് അവരുടേതായ ഇണചേരൽ എന്ന് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ബോധ്യമാക്കി തരികയാണ്. യകൂനു ഹംലുഹും ബിദാലിക, അങ്ങനെ ആ ചുരുളുകൾ എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് ഇണചേരുമ്പോൾ അത് കാരണമായിട്ട് അവർ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ബോധ്യമാക്കി തരികയാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നു, മനുഷ്യന് അവരുടേതായ അണ്ടവും ബീജവും ദ്രാവകമാണ്, എന്നാൽ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ അണ്ടവും ബീജവും വാതകമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടേതായ ഇടപെടലും അവരുടേതായ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ചാണ് അവരുടേതായ ശാരീരിക ബന്ധവും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടേതായ കിതാബുകളിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയതുപോലെ ആ ജിന്നുകളുടേതായ പിതാവ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യനോട് ജന്മശത്രുവാണ് ജിന്നുകൾ എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.